ഹാപ്പി ബർത്ത്ഡേ കമർ. എനിക്കത് നാണക്കായിരുന്നു. ഓക്കെ, എല്ലാ വർഷവും ഇക്ക ഈ ദിവസം ഹാപ്പിയാണോ ഇല്ലെങ്കിലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഞാൻ ഓരോ വർഷം എന്തെങ്കിലുമൊക്കെ രീതിയിൽ എനിക്ക് ഇക്കാനെ സർപ്രൈസ് ചെയ്യണം, അങ്ങനെ ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ. ഞാൻ ഓരോ തവണ ഓരോ കാര്യങ്ങൾ ചില സമയത്തൊക്കെ ഭയങ്കര മണ്ടതരങ്ങളായിരിക്കും, ചില സമയത്ത് അത് അത്രയ്ക്കും മണ്ടൻ തീരുമാനങ്ങളായിരിക്കും അധികം ഞാൻ എടുക്കുന്നുണ്ടാവുക. കാരണം ഇപ്പൊ ഞാനൊരു കാര്യം ചെയ്യും ഇക്കാന്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട്, അപ്പൊ ഇക്ക ആ സമയത്ത് ആ നന്നായിട്ടുണ്ട് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞെങ്കിൽ കുറച്ച് കഴിഞ്ഞ് എനിക്ക് എപ്പോഴും ചീത്ത കേൾക്കാറുണ്ട്, അത് വേണ്ടായിരുന്നു, അൺനെസസറി ആയിരുന്നു, അല്ലെങ്കിൽ അത് ഭയങ്കര എക്സ്പെൻസീവ് ആയിപ്പോയി. അങ്ങനെയൊക്കെ ഓരോ തവണയും ചില സമയത്തൊന്നും കുഴപ്പമുണ്ടായില്ല, ചില വർഷങ്ങളൊന്നും നന്നായിട്ട് ചെയ്യുന്നുണ്ടാവും. ചില സമയങ്ങളിൽ അതായത് നമ്മൾ എങ്ങനെ സർപ്രൈസ് ചെയ്യണം ആ ഒരു മൈൻഡിൽ നോക്കുമ്പോൾ ചില സമയത്തൊക്കെ മണ്ടൻ തീരുമാനങ്ങൾ എടുത്തിട്ട് ആവശ്യമില്ലാണ്ട് കുറെ പൈസ കളഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഞാൻ ഓരോ വർഷം എന്തെങ്കിലുമൊക്കെ ഒരു ക്രിയേറ്റീവ് ആയിട്ട് ചിന്തിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സർപ്രൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, എനിക്ക് കിട്ടുന്നത് ഇഷ്ടമാണ്. പക്ഷെ എന്റെ ഇക്കുന്നവരെ എന്നെ സർപ്രൈസ് ഒന്നും ചെയ്തിട്ട് ഇല്ല, പക്ഷെ എന്തെങ്കിലും ആവട്ടെ. പക്ഷെ എനിക്ക് സർപ്രൈസ് വാങ്ങിക്കാനും കൊടുക്കാനും ഭയങ്കര ഇഷ്ടമാണ്. അവര് അതിൽ ഹാപ്പി ആവില്ലേ, അതിനേക്കാട്ടിലും ഉപരി ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ തന്നെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, എന്താണെന്ന് അറിയില്ല. അപ്പൊ എന്റെ ഇക്കാക്ക് 1000 ഹാപ്പി ജന്മദിനാശംസകൾ. എന്താ അതില് ഈ ഒരു സുദിനത്തിൽ, അതായത് ഇന്ന് നോമ്പാണ്, അതുകൊണ്ട് അതിന് അനുസരിച്ചിട്ടുള്ള ഒരു സംഭവം ഞാൻ ചെറിയൊരു സർപ്രൈസ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. എല്ലാ വർഷവും ചീത്ത കേട്ട പോലെ ഇപ്രാവശ്യം ചീത്ത കേൾക്കില്ല എന്ന് എനിക്ക് ഒരു നല്ല കോൺഫിഡൻസ് ഉണ്ട്. ഉറപ്പായിട്ട് ഈ സർപ്രൈസ് ഇക്കാക്ക് ഇഷ്ടപ്പെടും. അതിനേക്കാൾ മുന്നേ അത് ചെയ്യുന്നതിന് മുൻപ് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഒരുപാട് നന്ദി പറയാനുണ്ട് എന്റെ ഇക്കാലത്ത്. വെച്ചാൽ 11 വർഷമായി ഞങ്ങള് പ്രണയം തുടങ്ങിയിട്ട്, 2 വർഷമാകാൻ പോകുന്നു കല്യാണം കഴിഞ്ഞിട്ട്. അപ്പൊ ഇതുവരേക്കും ഒരുപാട് വഴക്കും കാര്യങ്ങളും പ്രശ്നങ്ങളും പരിഭവങ്ങളും ഒക്കെ ഉണ്ടായെങ്കിൽ പോലും ഞങ്ങൾക്ക് പിരിയാൻ കഴിയില്ല. അത് വേണ്ട, ക്രിഞ്ച് ഒന്നുമില്ല. എന്തായാലും എന്നെ എന്റെ മോനെ നന്നായി നോക്കുന്നുണ്ട്. ഒരുപാട് താങ്ക്സ് ഇത്രയും നാളെ എന്നെ സഹിച്ചതിന്. ക്രിഞ്ചൊന്നും വേണ്ട അല്ലെ, ആർട്ടിഫിഷ്യൽ ആണ്. അപ്പൊ ഇക്ക വേണ്ട കവറ്. എന്തായാലും ഞാൻ ചെറിയൊരു സർപ്രൈസ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇഷ്ടപ്പെടുന്ന ഞാൻ വിശ്വസിക്കുന്നു. ഹാപ്പി ബർത്ത്ഡേ ടു യു. എങ്ങനെയുണ്ട് എന്റെ ഔട്ട്ഫിറ്റ്? നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല എന്നറിയാം, കാരണം ലവ് ചെയ്യുന്ന കാലത്ത് ഞാനിങ്ങനെ മോഡേൺ ഔട്ട്ഫിറ്റ് ഇടുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ ഇപ്പൊ കല്യാണം കഴിഞ്ഞപ്പോ ആസ് എ വൈഫ് എന്ന രീതിയിൽ ഇതിനെ മോഡേൺ ആയിട്ട് കാണുന്നത് എനിക്ക് ഇഷ്ടമല്ലാന്ന്. ടോക്സിക്. അപ്പൊ ഇതാണ് എന്റെ ക്വസ്റ്റ്യൻ. നന്നായിട്ടുണ്ടാവും. ടോപ്പ് മീഷോന്ന് എടുത്താണ് കേട്ടോ. ജീൻസ് വന്നിട്ട് ചോദ്യം ഇട്ടിട്ട് വന്നതാണ്. നല്ല അടിപൊളി ബാഗി ജീൻസ് ആണ് കേട്ടോ. ഞാൻ എന്റെ മോനെയും കൂടെ കാണിക്കാം. അപ്പൊ നമുക്ക് ഇക്കാക്കുള്ള സർപ്രൈസ് വെയിറ്റിംഗ് ആണ്. ഇക്ക കീപ് ഗസ്സിങ്. ഞാൻ എനിക്ക് ഉറപ്പാണ് ഇക്ക ഇങ്ങനത്തെ ഒരു സംഭവം ചിന്തിച്ചിട്ടുണ്ടാവില്ല. കാരണം ഞാൻ ഓരോ തവണയും ഇക്കാടെ അടുത്തേക്കാണ് ഞാൻ ഓരോ ഗിഫ്റ്റ് കൊറിയർ ചെയ്യാറുണ്ട്. അതേപോലെ എന്തെങ്കിലുമൊക്കെ ചിന്തിച്ച് ഇക്കാക്ക് ഒരു ഷർട്ട് ആയാലോ ഒരു കേക്ക് ആയാലും എങ്ങനെയൊക്കെ ഞാൻ ഇക്കാന്റെ അടുത്ത് എത്തിക്കും. അങ്ങനെയാണ് ഞാൻ ഓരോ വർഷം ഇക്കാന്റെ അടുത്തേക്ക് എത്തുന്ന പോലെ ഞാൻ ചെയ്യാറ്. പക്ഷെ ഇത്തവണ ഇക്കാന്റെ അടുത്തേക്ക് ഞാൻ ഒന്നും വെക്കില്ല, കാരണം ഇക്ക അതായിരിക്കും പ്രതീക്ഷിക്കുന്നുണ്ടാവും. എനിക്ക് ഉറപ്പാണ് നീ എന്തായാലും അതായിരിക്കും പ്രതീക്ഷിച്ചിട്ടുണ്ടാവും അല്ലെ. അതായത് ഞാൻ നിന്റെ അടുത്തേക്ക് എന്തെങ്കിലും കൊണ്ടുവന്ന് ഏൽപ്പിക്കും, ആരെങ്കിലും ഏൽപ്പിക്കും, കൊറിയർ ഏൽപ്പിക്കും, സർപ്രൈസ് ഏൽപ്പിക്കും, അങ്ങനെയല്ലേ. ഒന്നുമല്ല, ഇത്തവണ ഞാൻ എഫേർട്ട് എടുത്തിട്ട് ഞാൻ നിനക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ കുഞ്ഞു സർപ്രൈസ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് സ്പോട്ടിലേക്ക് പോവാം. അതിന് മുമ്പ് എന്റെ മകനെ ഒന്ന് കാണിച്ചിട്ട്, എന്റെ മകന് ഞാനിന്ന് ഏകദേശം സെയിം കോസ്റ്റ്യൂമാണ്. അപ്പൊ എന്റെ മകനെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ബാ. എങ്ങനെയുണ്ട് ഞങ്ങളുടെ ഒരേപോലത്തെ ഔട്ട്ഫിറ്റ്? നന്നായിട്ടുണ്ടോ? എന്റെ മകനെ കാണിച്ചു തരട്ടെ. സ്വത്ത് നമ്മുടെ പാപ്പച്ചിന്റെ പായിട്ടാണ്, എന്റെ കുട്ടിന്റെ പാപ്പച്ചിന്റെ പാവത്തിട്ടാണ്. ഹാപ്പി ബർത്ത്ഡേ പറ, ഹാപ്പി ബർത്ത്ഡേ പാപ്പച്ചി പറ. ഞാനും പാപ്പച്ചിയും ഉമ്മച്ചിയും കുത്തിയും കൂടെ ഇന്ന് പാപ്പച്ചിനെ സർപ്രൈസ് ചെയ്യാൻ വേണ്ടി പോവാണ്. എങ്ങനെയുണ്ട് എന്റെ മകന്റെ കോസ്റ്റ്യൂം? നന്നായിട്ടുണ്ടാ? ഹാപ്പി ബർത്ത്ഡേ പാപ്പച്ചി പറ. ഹാപ്പി ബർത്ത്ഡേ പാപ്പച്ചി പറയിട്ട് തങ്ക. ഹാപ്പി ബർത്ത്ഡേ പാപ്പച്ചി. അപ്പൊ ഞങ്ങൾക്ക് സ്പോട്ടിൽ പോവാൻ. വായോ വായോ, എല്ലാവരും വായോ. കീപ് ഗസ്സിങ്. ഇക്കയല്ല നിങ്ങളും. ഇക്കാക്ക് ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല, എന്നാലും എൻ്റെ ഒരു ആഗ്രഹം. ഓരോ ഇയറും ഓരോന്നും ക്രിയേറ്റീവായിട്ട് ചിന്തിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇത് സ്പീഡിൽ നടക്കാനെങ്കിട്ട്. അപ്പം നമ്മൾ സ്പോട്ടിലെത്തിയിട്ട് കാണാം. കീപ് ഗസ്സിങ് കേട്ടോ, ഞാൻ അവിടെ എത്തുന്നത് വരെയും. ഓക്കെ, നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തി. അപ്പം ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഈ വഴിയൊക്കെ കണ്ടിട്ടുള്ളതല്ലേ. അപ്പോൾ യെസ് ഇക്ക, അഗൈൻ ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇത് ഇഷ്ടപ്പെടാമെന്നറിയില്ല, പക്ഷെ എൻ്റെ മനസ്സിൽ ഉരുത്തിരിഞ്ഞ ഒരു കുബുദ്ധിയാണിത്. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് വിലോയിക്കുക. ഈ വീഡിയോ എങ്കിലും കാണണം പ്ലീസ്. ഓക്കെ, അപ്പോൾ സ്പോട്ടെത്തി കാണിച്ചു തരാം കേട്ടോ.
യെസ്, അങ്ങനെ ഫൈനലി നമ്മൾ ഇക്കാടെ ബർത്ത്ഡേ ഇന്ന് ഇവിടെ വെച്ചിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. ഹാപ്പി ബർത്ത്ഡേ. ആ ഇത് സെറ്റ് ആയിക്കോട്ടെ. എന്തിനാ അവൻ കരയണത്? ആ അമ്മ പോയപ്പോഴാ. മുടുക്ക വാട കുട്ടാൻ അറിയാണ്ട് വാടത്തങ്കോ. കരയാണ്ട് ഇവിടെ വന്നിക്ക്, ഇവിടെ വന്നിക്ക്. ആ പുറത്തേക്ക് എടുത്തോ, ഫുള്ളായി പറിച്ചിട്ട്. ആരുടെ ഹാപ്പി ബർത്ത്ഡേ എന്നറിയോ? ആരുടെയാന്നറിയോ? ആരെങ്കിലും ഇങ്ങോട്ട് നോക്കോ. അവന്റെ വാപ്പാന്റെ ബർത്ത്ഡേ ആണ് കേട്ടാ, മനസ്സിലായ? ഇഷ്ടപ്പെട്ടാ? കോക്കോമോലന്ന് ഇഷ്ടാണോ നിങ്ങക്ക്? ആ അപ്പൊ എല്ലാരും കൂടെ ഹാപ്പി ബർത്ത്ഡേ കമറൂക്കാന്നൊന്ന് പറയോ? അന്ന് പറയും നോക്കട്ടെ. ഹാപ്പി ബർത്ത്ഡേ കമറൂക്ക പറയും നോക്കട്ടെ. കമറൂക്ക പറയാൻ കിട്ടോ? ആ ഓക്കെ, കമറൂപ്പെങ്കിൽ കമറൂപ്പ. എല്ലാരും കൂടെ ഒരുമിച്ച് പറയും. ഹാപ്പി ബർത്ത്ഡേ കമറൂക്ക പറയും. ഈ ടേബിളിൽ ഇരുത്തിക്കോ, അവൻ പിടിച്ചു വലിക്കണ്ട കേട്ടാ. ആ ടീച്ചർ മുറിച്ചോ? തങ്ക കോക്കോമിലൻ ഇഷ്ടാണ് എല്ലാവർക്കും? കാണാറുണ്ടോ കോക്കോമിലൻ? ആ ഗുഡ് ഗേൾസ്. എല്ലാരും കൂടെ പിടിച്ചോ, ടീച്ചറിന്റെ കൈ പിടിച്ചോ, പിടിച്ചോ. ആ ഹാപ്പി ബർത്ത്ഡേ. ഓക്കെ, എല്ലാരും കേക്ക് കഴിച്ചാട്ടാ. Santa Claus is coming to town. Oh, what fun it is to ride in a one-horse open sleigh. Santa Claus is coming to town. കയ്യിലൊക്കെ ഇതിലൊക്കെ ആക്കണ്ട, അതിനൊക്കെ ക്രീമല്ലേ എല്ലാം നക്കി എല്ലാം കഴിക്കാം. കൈ കാട്ടി ഞാൻ തരാം. കൈ എല്ലാവരും കാട്ടി. ടേസ്റ്റ് ഉണ്ടോ? സൂപ്പർ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നിനക്ക് തരുള്ളൂ കേട്ടോ. കൈ കാട്ടി, കൈ കാട്ടി. അതാ ആ തരാലോ. അമ്മൂന് ഇഷ്ടപ്പെട്ടാ? നിനക്കോ? നിന്റെ പേരെന്താ? കൈ കാട്ടി, കൈ കാട്ടി. നല്ല പേര്. നീ ഉണ്ടാക്കിയത്? അയ്യേ വാങ്ങിയത്, വാങ്ങിയത് വാങ്ങി എവിടുന്ന്? കേക്ക് സ്പാ പറഞ്ഞിട്ട് ആലത്തൂര്. മുടിക്കി. ഇന്ന് മറ്റൊരു കാര്യം കൂടെ സംഭവിച്ചു. എൻ്റെ ഇക്കടെ ബർത്ത്ഡേ അതേ ദിവസം തന്നെ ഞങ്ങളുടെ ഫാമിലിക്ക് പുതിയതൊരാളും കൂടെ വന്ന് എൻ്റെ അമ്മായിയുടെ മോളുടെ ഡെലിവറി കഴിഞ്ഞു. അപ്പോൾ അവളുടെ ബേബിയും എൻ്റെ ഇക്കാൻ്റെ ബർത്ത്ഡേയും ഒരേ ദിവസം. ഞങ്ങളുടെ ബർത്ത്ഡേ സർപ്രൈസ് കണ്ടോ? അവജിക്ക് ഇഷ്ടപ്പെട്ടോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എങ്ങനെയാണ് എൻ്റെ ബർത്ത്ഡേ സർപ്രൈസ് എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യുക. എൻ്റെ ഇക്കയും ഉറപ്പായിട്ടും ഇതിന് കമന്റ് ചെയ്യാൻ ഇഷ്ടപ്പെട്ടോ, പ്രതീക്ഷിച്ചോ ഇല്ല എന്നുള്ളത് എന്തെങ്കിലും ഒരു കമന്റ് ഇട്ട്. എൻ്റെ വീഡിയോസ് നിങ്ങൾ കാണാറില്ല എന്നറിയാം, ഈ വീഡിയോ എന്തായാലും കാണണം. അതായത് എൻ്റെ കെട്ടിയവനോടാണ്. കെട്ടിയവാ കവറു, ഈ വീഡിയോ നിനക്ക് ഇഷ്ടപ്പെട്ടാൽ നിനക്ക് ജെന്യൂനായിട്ട് എന്താ ഫീൽ ചെയ്തത്? നീ സർപ്രൈസ് ആയോ? ശരിക്കും ആത്മാർത്ഥമായിട്ട് എന്താ തോന്നിയത്? ജെന്യൂനായിട്ട് എന്താ ഫീൽ ചെയ്തെന്നുള്ളത് ഈ താഴത്ത് ഈ കമന്റ്സ് ഇടണം കേട്ടോ. അപ്പൊ എന്റെ ഇക്കാന്റെ കമന്റ്സ് ഞാൻ പിന്നെ ചെയ്തിടാം, നിങ്ങൾക്ക് കാണാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രയുള്ളൂ. അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.